ഹായ് ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. ജൂലൈ 2024 സെറ്റ് എക്സാം കഴിഞ്ഞു. അതിൻ്റെ ആൻസർ കീയും LBS പബ്ലിഷ് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെയാണ് നമ്മുടെ മുൻപിലുള്ളത്. പൊതുവേ എക്സാം വളരെ ടഫായിരുന്നു, അല്ലെങ്കിൽ ഒന്നും എഴുതാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു അല്ലേ പൊതുവേ ഉള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ഹൈംസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിച്ച കുട്ടികളുടെ അവരുടെ അഭിപ്രായങ്ങൾ, നമ്മളുടെ ക്ലാസ്സിനെക്കുറിച്ച് അല്ലെങ്കിൽ അവർ അറ്റൻഡ് ചെയ്ത എക്സാമിനെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കുറച്ച് കേൾക്കാം. അതിനെ ബേസ് ചെയ്തിട്ട് അടുത്ത വർഷം നമുക്കിനി സെറ്റ് എക്സാം എഴുതണോ, അല്ലെങ്കിൽ ഹൈംസ് അക്കാഡമിയിലെ കോച്ചിങ് നിങ്ങളതിനെ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത് നമുക്കൊന്ന് കേട്ടണം. മാം, ജനറൽ പേപ്പർ പാസ്സാവും മാം. സെക്കൻഡ് പേപ്പർ മാത്സ് ആണ്, അതുകൊണ്ട് അത് ഭയങ്കര ടഫായിരുന്നു. സെറ്റ് പാസ്സാവാൻ ചാൻസ് ഇല്ല. പക്ഷേ മാമിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ലൈവ് ക്ലാസ്സിലൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ വന്നായിരുന്നു. നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ മാമിൻ്റെ ആ സൗണ്ട് എക്സാം ഹാളിൽ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ അവിടെയുള്ള കുറേ ആൾക്കാരോട് നല്ല അഫോർഡബിൾ പ്രൈസിന് നല്ല സ്റ്റാൻഡേർഡ് ക്ലാസ് ആണെന്നും കുറേ ആൾക്കാരോട് ഞാൻ ഹൈ എയിംസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ജനറൽ പേപ്പറിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്നോട് ചോദിച്ചിട്ടൊന്നുമല്ല, എന്നാലും ഇങ്ങനെ കോച്ചിങ്ങിനൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കുറേ പേരോട് പറഞ്ഞു. മാം, എൻ്റെ പേര് രശ്മി. ഞാൻ നെയ്യാറ്റിൻകരയാണ് താമസിക്കുന്നത്. ഇപ്പോഴത്തെ LBS എക്സാമിന് എൻ്റെ സബ്ജക്റ്റ് ഹിന്ദി ആയിരുന്നു. ജനറൽ പേപ്പറിന് എനിക്ക് നല്ല മാർക്കുണ്ട്. നല്ല മാർക്കോടുകൂടി പാസ്സായി. മാമിൻ്റെ ക്ലാസ് അതിന് ഒത്തിരി സഹായകമായിരുന്നു. എന്താ പറയാൻ വാക്കുകളില്ല. നന്ദി പറയാൻ വാക്കുകളില്ല മാഡം. നല്ല ക്ലാസ്സായിരുന്നു. സിൻസിയറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഒന്നും കവർ ചെയ്തില്ല. ഞാൻ ലൈവിൻ്റെ റെക്കോർഡ് സെക്ഷൻ കൂടുതലായിട്ട് പിന്നീട് നോക്കിയതേ ഉള്ളൂ. എല്ലാ വീഡിയോസൊന്നും കവർ ചെയ്തില്ല. കവർ ചെയ്തെങ്കിൽ നല്ല മാർക്ക് കിട്ടുമായിരുന്നു. ഉറപ്പായിട്ടും മാഡത്തിൻ്റെ വീഡിയോസും ക്ലാസ്സും സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യണവർക്കാണെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഹൃദയം കൊണ്ട് നന്ദി മാഡം. മാം, ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ല. എക്സാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ലേറ്റായി. ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. രാവിലെയൊക്കെ എണീറ്റോണ്ടേ. മാം പഠിപ്പിച്ച മിക്ക ക്വസ്റ്റ്യനല്ല, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ വന്ന് ഞാൻ അതെല്ലാം ഒരു കൺഫ്യൂഷൻ പോലും ഇല്ലാതെ നമുക്ക് മറന്നു പോവുകയോ ഒന്നും ചെയ്തില്ല. അറ്റൻഡ് ചെയ്യാൻ പറ്റി. മാമിൻ്റെ വോയിസാണ് കൂടുതൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും കേൾക്കുമ്പോൾ ലൈവ് സെക്ഷനിലൊക്കെ പറയുന്നത് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കേട്ടോണ്ടേയിരുന്നു. സാധാരണ എക്സാമിനൊക്കെ പോകുമ്പോൾ നമ്മൾ പഠിച്ചതാണെങ്കിലും കൺഫ്യൂഷൻ വരും, അത് തന്നെ ആണോ. പക്ഷേ ഇതാ ഞാൻ ആദ്യമായിട്ടാണ് സെറ്റ് എക്സാം എഴുതുന്നത്. ഈ ഒരു 6 മാസം മാമിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് എഴുതും, എന്നിട്ടും എനിക്ക് ഒരു കൺഫ്യൂഷനോ മറന്നു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പേപ്പർ 2 കുറച്ച് ടഫായിരുന്നു. മാമിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് അന്നേരം തോന്നി. ഞാനത് സ്വന്തമായിട്ടാണ് പഠിച്ചത്. പക്ഷേ ജനറൽ പേപ്പർ ഞാൻ കട്ട് ഓഫ് മാർക്കൊന്നും നോക്കിയില്ല. പക്ഷേ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം GK സെക്ഷൻ കുറച്ച് ടഫായിപ്പോയി. അത് മറ്റേതിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ. അത് ഓൾമോസ്റ്റ് എല്ലാം എനിക്ക് കറക്റ്റായിരുന്നു. നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്ത് സെറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു മാം. പിന്നെ മാം, മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്, ഞാൻ BEdന് ഇപ്പം ജോയിൻ ചെയ്തതേ ഉള്ളൂ. BEdന് ആണല്ലോ നമ്മൾ സൈക്കോളജിയും സോഷ്യോളജിയും ഫിലോസഫിയും ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ മാം ആ ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിപ്പിച്ചത് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് എഴുതിയെന്ന്. അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. അതുമല്ല, എനിക്കിന്നിപ്പോൾ BEd ഞാൻ ഇപ്പം ജോയിൻ ചെയ്ത് അതൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് ഇരിക്കുന്ന കണക്കല്ല. ഞാൻ ഒരാഴ്ച ക്ലാസ്സിന് പോയി. മിക്കവാറും ക്ലാസ്സിൽ ആൻസർ പറയുന്നത് മൊത്തം ഞാനാണ്. എന്ന് വെച്ചാൽ ഫിലോസഫി സൈക്കോളജിയൊക്കെ പിള്ളേർ ആദ്യമായിട്ട് കേൾക്കുന്നതാണല്ലോ BEdന് ഇരിക്കുമ്പോൾ ആദ്യത്തെ ക്ലാസ്സിന്. അപ്പം ഞാൻ ഒരുപാട് ചോദിച്ചു, ഇത് നേരത്തെ അറിയാമോ, പഠിച്ചിട്ടുണ്ടോ, BEdന് പോയി ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഇപ്പം വന്നതാണോ എന്നൊക്കെ ചോദിച്ച്. ഞാൻ പറഞ്ഞ നല്ല സെറ്റിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ പിള്ളേർ മാമിൻ്റെ നമ്പരും അതൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവർക്കും സെറ്റിനകത്ത് ജോയിൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ താങ്ക് യു മാം. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ശരിക്കും അടിപൊളി ക്ലാസ്സാട്ടാ. വേറെ ഒന്നുമല്ല, ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കുറേ ക്ലാസ്സുകൾ കാണുമ്പോഴായാലും ഇങ്ങനെ ഓരോ ടോപ്പിക്കല്ല കവർ ചെയ്യണം. ഇപ്പം 4 ക്വസ്റ്റ്യൻ എടുക്കുന്നു, എന്നിട്ട് ആ ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്ത് അങ്ങനെ എടുക്കണം. അപ്പോൾ നമുക്കൊരു സിലബസ് കവർ ചെയ്യണ്ടോ, എത്ര ടോപ്പിക്ക് കവർ ചെയ്യണ്ടോ, അത് ശരിക്കും മനസ്സിലാവുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ക്ലാസ്സിൽ ശരിക്കും ഓരോ ടോപ്പിക്ക്, ഓരോ മൊഡ്യൂൾ, ഓരോ യൂണിറ്റ്, അങ്ങനെ ഓരോ യൂണിറ്റ് വൈസ് ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇത്രയും കവർ ചെയ്യണമല്ലോ, ഇത്രയും പോർഷൻ കവർ ചെയ്യണമല്ലോ, സിലബസ് മൊത്തം കവർ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. മറ്റേതിലാണെന്നുണ്ടെങ്കിൽ മറ്റിങ്ങനെ ഓരോ യൂട്യൂബ് വീഡിയോസിൽ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തോന്നാറില്ല. ഹായ് ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. ജൂലൈ 2024 സെറ്റ് എക്സാം കഴിഞ്ഞു. അതിൻ്റെ ആൻസർ കീയും LBS പബ്ലിഷ് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെയാണ് നമ്മുടെ മുൻപിലുള്ളത്.
പൊതുവേ എക്സാം വളരെ ടഫായിരുന്നു അല്ലെങ്കിൽ ഒന്നും എഴുതാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു അല്ലേ പൊതുവേ ഉള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ഹൈംസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിച്ച കുട്ടികളുടെ അവരുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ ക്ലാസ്സിനെക്കുറിച്ച് അല്ലെങ്കിൽ അവർ അറ്റൻഡ് ചെയ്ത എക്സാമിനെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കുറച്ച് കേൾക്കാം. അതിനെ ബേസ് ചെയ്തിട്ട് അടുത്ത വർഷം നമുക്കിനി സെറ്റ് എക്സാം എഴുതണോ അല്ലെങ്കിൽ ഹൈംസ് അക്കാഡമിയിലെ കോച്ചിങ് നിങ്ങളതിനെ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം.